മറ്റു വാർത്തകൾ നോക്കാം. കോഴിക്കോട് വലിയങ്ങാടിയിലെ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്ന 4 പേർ മരിച്ച സംഭവത്തിൽ സ്ഥാപന ഉടമകൾക്ക് കോർപ്പറേഷൻ നോട്ടീസ് നൽകി. കെട്ടിടത്തിലുള്ള സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കും. പഴയ കെട്ടിടങ്ങൾ സംബന്ധിച്ച പരിശോധന നടത്താൻ മേയർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, മേയർ ഉൾപ്പെടെ ഉത്തരവാദികളായവർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തും. നേരത്തെ പാസ്പോർട്ട് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന 70 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്ന് തൊഴിലാളികളുടെ തലയിലേക്ക് പതിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 3 പേർ മരിച്ചു. വൈകിട്ടോടെയാണ് ചികിത്സയിലുണ്ടായിരുന്ന വിനോദ് മരിച്ചത്. 7 പതിറ്റാണ്ടോളം കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയാണ് ദുരിതത്തിന് കാരണമെന്നതാണ് നാട്ടുകാർ പറയുന്നത്. വലിയങ്ങാടിയിലെ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്ന 4 പേർ മരിച്ച സംഭവത്തിൽ സ്ഥാപന ഉടമകൾക്ക് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. കെട്ടിടത്തിലുള്ള സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കും. അതുപോലെ തന്നെ പഴയ കെട്ടിടങ്ങൾ സംബന്ധിച്ച് പരിശോധന നടത്താനും മേയർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, മേയർ ഉൾപ്പെടെ ഉത്തരവാദികളായവർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തും.